ജയത്തിൽ ഒരു ടെക്നിക്കൽ പ്രശ്നത്തിലാണ്. പക്ഷേ ഈ ലൈവ് നമ്മളിപ്പോൾ ഇങ്ങനെ വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഇട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ റിയൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ഞാൻ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യും ഇത് കഴിഞ്ഞിട്ട്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. എനിക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല ഈ ഐഫോണിൻ്റെ. അതാണ് പ്രശ്നം. ഇവിടെ ഇപ്പോൾ ആരും എനിക്ക് സഹായത്തിനുമില്ല. അതുകൊണ്ട് ക്ഷമിക്കണം, പ്രാർത്ഥിക്കണം. കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിലേക്കു ജലത്തിൽ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൽ ജ്വാലയായി ഇത് ലൈവ് ആക്കിയിട്ടുണ്ട് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട്. ഞാൻ കറ്റനാവറയുടെ റിയൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് പിന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ
ഇനി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. Come, Holy Spirit. Come, Holy Spirit. Help us, Holy Spirit. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ. പരിശുദ്ധാത്മാവേ ഇതെല്ലാം എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളതിന് ജ്ഞാനം നൽകണേ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ. ദൈവം നമ്മിൽ വാഴുന്നു എന്നുള്ള പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ,
അങ്ങനെ വളരെ കുറേ നേരത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നമ്മൾ ലൈവ് ആരംഭിച്ചിരിക്കുന്നു. ഇതൊരു സഹനമാണ്, സ്വീകരിക്കുക, അല്ലാണ്ട് എന്ത് പറയാനാ. ഓക്കെ, നമുക്ക് ഇനി കൂടുതലൊന്നും വിശദീകരണമില്ലാതെ മുന്നോട്ട് പോകാം. കറ്റേനാവറയായുടെ 871 എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ. കറ്റേന ഔറയ, സുവർണ കണ്ണികൾ. ഈ കത്തോലിക്ക സഭയുടെയും ഔദ്യോഗികമായ വ്യാഖ്യാനമാണിത്. കത്തോലിക്ക സഭയുടെ ഏറ്റവും ഔദ്യോഗികമായ വ്യാഖ്യാനമാണിത്, വചനത്തിൻ്റെ, സുവിശേഷത്തിൻ്റെ. നമുക്ക് പ്രത്യേകിച്ച് നന്ദി പറയാം. 1264 അന്നത്തെ മാർപ്പാപ്പ അർബൻ 4 മാർപ്പാപ്പയ്ക്ക് കർത്താവ് നൽകിയ, പരിശുദ്ധാത്മാവ് നൽകിയ വലിയ ഒരു വെളിപ്പാടായിരുന്നു. സഭയ്ക്ക് ഔദ്യോഗികമായ ഒരു സുവിശേഷ വ്യാഖ്യാനം സഭാപിതാക്കന്മാരുടെ പ്രബോധനത്തിൽ നിന്നും അടർത്തിയെടുത്തുണ്ടാകണം. അങ്ങനെയാണ് വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ നേതൃത്വത്തിൽ, വിശുദ്ധ തോമസ് അക്വീനാസിലൂടെ ഈ മഹത്തായ സുവിശേഷ വ്യാഖ്യാനം ഉണ്ടായത്. സ്നേഹമുള്ളവരെയും, ഇത് വലിയ ഒരു സമ്പത്താണ്, സഭയുടെ മുഴുവനും വലിയ ഒരു സമ്പത്താണ്. നമുക്ക് നന്ദി പറയാം. നമുക്ക് പഠിക്കാൻ വേണ്ടി സഭാപിതാക്കന്മാരുടെ മാധ്യസ്ഥം എടുത്ത് പ്രാർത്ഥിക്കാം. പിതാക്കന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമോസ്, വിശുദ്ധ ജെറോം പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ വിശുദ്ധ റാബാനോസ്, വിശുദ്ധ റമേജിയോസ്, വിശുദ്ധ സിപ്രിയാൻ, വിശുദ്ധ കാസിയാൻ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ടെർട്ടുല്യൻ, യോർഗൻ, ബീഡ്, ഒറിജിൻ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ വിശുദ്ധ ജോൺ ഡമാസീൻ, വിശുദ്ധ പീറ്റർ ക്രിസോലോഗോസ്, വിശുദ്ധ ഗ്രിഗറി ഓഫ് നൈസ, വിശുദ്ധ ഗ്രിഗറി ഓഫ് നസ്യാൻസൻ, വിശുദ്ധ ഹിപ്പോളിറ്റസ്, വിശുദ്ധ പോളികാർപ്പ്, വിശുദ്ധ ജസ്റ്റിൻ മാർട്ടിയറർ, വിശുദ്ധ അപ്രേം, വിശുദ്ധ വിശുദ്ധ അപ്രേം, വിശുദ്ധ Praise you, Jesus. Thank you, Lord. Hallelujah, hallelujah, hallelujah. Shala, hala, 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 hala. Thank you, Lord. Praise the Lord. Shala, hala, 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 hala.
വിശുദ്ധ അത്തനാസ്യോസ്, വിശുദ്ധ ഇറേനിയോസ്, വിശുദ്ധ സിറിൽ ഓഫ് അലക്സാൻഡ്രിയ, വിശുദ്ധ ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ, വിശുദ്ധ സിറിൽ ഓഫ് ജെറുസലേം, വിശുദ്ധ ക്ലെമന്റ് ഓഫ് റോം, വിശുദ്ധ ലിയോ ദ ഗ്രേറ്റ്, വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റ്, വിശുദ്ധ ബേസിൽ ദ ഗ്രേറ്റ്, വിശുദ്ധ മക്കാരിയോസ് ദ ഗ്രേറ്റ്, വിശുദ്ധ പെക്കോമിയോസ് ദ ഗ്രേറ്റ്, വിശുദ്ധ അന്തോണിയോസ് ദ ഗ്രേറ്റ്, വിശുദ്ധ ഇഗ്നേഷ്യസ് ഓഫ് അന്റിയോക്ക്, സർവോപരി തോമസ് അക്വിനാസ്, വിശുദ്ധ തോമസ് അക്വിനാസ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഈ കാലഘട്ടത്തിലെ പിതാക്കന്മാരെ, വിശുദ്ധ ജോൺ 23 മാർപ്പാപ്പ, വിശുദ്ധ പോൾ 6 മാർപ്പാപ്പ, വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ, വിശുദ്ധ ഫ്രാൻസിസ്, വിശുദ്ധ ബെനഡിക്ട് മാർപ്പാപ്പമാരെ, അതോടൊപ്പം വേദപാരംഗതന്മാരായ വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ്, വിശുദ്ധ തെരേസ് ഓഫ് ആവില, വിശുദ്ധ തെരേസ് ഓഫ് ലിസിയോ, വിശുദ്ധ കാതറിൻ ഓഫ് സിയന, വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ്, വിശുദ്ധ ബനവെഞ്ചൂർ, എല്ലാ വേദപാരംഗതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശാലബല ഹലബല 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 ശാലബല ഹലബല ഹലബല. തുടർന്ന് പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് പ്രവചനത്തിനായിട്ട് കാതോർക്കാം. പ്രവചനത്തിനായിട്ട് കാതോർക്കാം. പ്രവചനം വേണമോ? എത്ര പേര് പ്രവചനത്തിന് വേണ്ടി ദാഹിക്കുന്നു? പ്രവചനം വേണമോ? Praise the Lord. Praise the Lord. Very good, very good, very good. നിങ്ങളുടെ ദാഹം എനിക്ക് മനസ്സിലാകണം. സംഖ്യയുടെ പുസ്തകം 11:29 മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെപ്പറ്റി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. വരുവിൻ, നമുക്ക് പ്രവചനത്തിനായിട്ട് ദാഹിക്കാം. മരിയ, നമ്മുടെ മരിയയ്ക്ക് പെട്ടെന്ന് ഞാനൊരു കാര്യമൊന്ന് ഓർപ്പിക്കുകയാണ്. ഈ ആവില വർക്ക്ഷോപ്പ്, ആവിലയിലെ ഹാരിസൺ സെമിനാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എവിടെയാണെന്ന് എനിക്കറിയില്ല. അതൊന്ന് കണ്ടുപിടിച്ച് അയക്കാമോ?
അത് നമ്മളതിനകത്ത് ഡേറ്റൊക്കെ എഴുതിയിരുന്നതാണോ? ആ ഡേറ്റ് മാറ്റാമോ അല്ലെങ്കിൽ ഡേറ്റ് ഇല്ലാണ്ടുണ്ടോ? ശല ഹല 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 ശല ഹലബല 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 ശലബല ഹലബല 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 ഹലബല. നിങ്ങളെല്ലാവരും ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഈ ടെക്നിക്കലുകളുടെ ഇടയിൽ കിടന്നിട്ട് തിക്കിമുട്ടുകയാണ്. എനിക്കിതൊന്നും സോൾവ് ആക്കാൻ പറ്റണില്ല ശരിക്ക്. അപ്പോൾ അങ്ങനെ ഈ ഇവിടുത്തെ ഇൻ്റർനെറ്റ് ഇവിടെ ലൈവ് സ്ട്രീം ചെയ്യാനുള്ള ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഐഫോണിലൂടെയാണ് സ്ട്രീം ചെയ്യണത്. അപ്പോൾ ഐഫോണിലൂടെ സ്ട്രീം ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്രശ്നം. അപ്പം ഐഫോണിൽ ആ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഇൻസർട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇത് കഴിഞ്ഞിട്ട് ആരോടെങ്കിലും ചോദിക്കണം, അല്ലെങ്കിൽ യൂട്യൂബിനോട് ചോദിച്ചൊക്കെ കണ്ടുപിടിക്കണം. അതുകൊണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവെല്ലാം വഴി നടത്തും, ജ്ഞാനം സകലതും ക്രമീകരിക്കും. ഓ ജ്ഞാനമേ സഹായിക്കണേ, ഓ ജ്ഞാനമേ സഹായിക്കണേ. ശാലബല ഹലബല ഹലബല. പ്രവചനം ഇതാ വരുന്നു, പ്രവചനം വരുന്നു. എന്റെ ജനമേ, എന്റെ വാത്സല്യഭാജനങ്ങളെ, എന്റെ വചനത്തിൽ അഭിലാഷമർപ്പിക്കുവിൻ. എന്റെ വചനത്തെ ആരാധിക്കുവിൻ. ഞാൻ തന്നെയാണ് എൻ്റെ വചനം. എൻ്റെ വചനം ഞാൻ തന്നെയാണ്. എൻ്റെ വചനത്തെ ആരാധിക്കുവിൻ. ഞാൻ തന്നെയായത് ഞാനും പിതാവും ഒന്നാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എൻ്റെ വചനം കേൾക്കുന്നവൻ പിതാവിനെ കേൾക്കുന്നു. പിതാവ് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. എൻ്റെ ജനമേ, ദൈവിക രഹസ്യങ്ങൾ എൻ്റെ വചനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എൻ്റെ വചനവും എൻ്റെ ആത്മാവും ദൈവിക രഹസ്യങ്ങളെ നിങ്ങളുടെ ആത്മാവിലേക്ക് പകർത്തും. എൻ്റെ വചനവും എൻ്റെ ആത്മാവും ദൈവിക രഹസ്യങ്ങളിലൂടെ ദൈവിക പദ്ധതികളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എൻ്റെ പദ്ധതികൾ നിങ്ങൾക്കായിട്ടുള്ളതാണ്. എന്നാൽ അത് നിങ്ങളിലേക്ക് പ്രസരിക്കണമെങ്കിൽ എൻ്റെ അഭിഷേകവും എൻ്റെ ജ്ഞാനവും വേണം. എൻ്റെ അഭിഷേകവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാനിതാ പുതിയതായി തുറക്കുന്നു. എൻ്റെ അഭിഷേകവും ജ്ഞാനവും പുതിയതായി നിങ്ങളിൽ ഞാനിതാ നിവേശിപ്പിക്കുന്നു. ഒരു പുത്തൻ അഭിഷേകം ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് തുറക്കുന്നു. ഞാൻ തന്നെ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. ഞാൻ തന്നെ നിങ്ങളിലേക്ക് ജ്വലിച്ചു വരുന്നു. ഞാൻ തന്നെ നിങ്ങളിലേക്ക് പറന്നിറങ്ങുന്നു. എൻ്റെ അത്യഗ്രാഹ്യമായ ജ്ഞാനം നിങ്ങളിലേക്ക് ഒരു ഇൻഫ്യൂസ്ഡ് വിസ്ഡമായിട്ട് ഞാൻ പകരുന്നു. ദൈവിക രഹസ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇതാ തുറക്കുന്നു. വചനത്തിൻ്റെ കാതൽ, വചനത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങളിൽ ഞാൻ തുറക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന വലിയ രഹസ്യങ്ങളെ നിങ്ങൾ പഠിക്കുവിൻ. വലിയ രഹസ്യങ്ങളെ പഠിക്കുവിൻ. യോഹന്നാന്റെ സുവിശേഷം പഠിക്കാൻ നിങ്ങൾക്ക് ഞാൻ പ്രത്യേക അഭിഷേകം തരുന്നു. നിങ്ങൾക്കായി ഞാനിതാ ആ വചനത്തിൻ്റെ ചുരുളഴിക്കുന്നു.
യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ചുരുൾ ഞാൻ അഴിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി 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 നന്ദി. Praise the Lord. സ്നേഹമുള്ളവരെ, വലിയൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും ഇത് പൂർണ്ണമായി സ്വീകരിക്കാം. ഇപ്പോൾ ഈ പ്രവചന സമയത്തുണ്ടായ രോഗസൗഖ്യം, നെറ്റിയിലെ വേദനയും ഒരു ചെറിയ മുഴയും, നെറ്റിയിൽ മുഴയും വേദനയും ഉണ്ടായിരുന്നത് സൗഖ്യപ്പെടുത്തുന്നു. തൊണ്ടയിൽ വേദന ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. അത് ഞാനും ക്ലെയിം ചെയ്യുന്നു. തൊണ്ടയിൽ വേദനയുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. അത് ഞാൻ തന്നെ ക്ലെയിം ചെയ്യുന്നു. പക്ഷെ ആർക്കാ കിട്ടുന്നറിയില്ല. അതോടൊപ്പം കൈവിരലിലെ നഖം കുത്തിപ്പഴക്കുന്ന അവസ്ഥയിൽ ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. ഇങ്ങനെ 3 സൗഖ്യങ്ങളാണ്. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഞാൻ വളരെ പ്രയാസത്തിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളതുകൊണ്ട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. പിന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹമുള്ളവരെയും, ഇന്നിപ്പോൾ ഈ ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സമയം ഒരുപാട് വൈകിയതുകൊണ്ട് പ്രവചനത്തിനെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ് നീങ്ങുന്നത്. ഈ പ്രവചനത്തെ സ്വീകരിക്കുക. നമുക്ക് ക്ലാസ് കുറച്ച് അല്പം എടുത്തിട്ട് നമ്മൾ നിർത്തേണ്ടി വരും.
നമ്മൾ ഇന്നലെ പറഞ്ഞു, നമ്മളിതിങ്ങനെ വായിച്ചു പോയതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ അതൊരു പ്രാവശ്യം വായിച്ചിട്ട് പിന്നെ നമ്മൾ അതിനെ വിവരിച്ച് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ശൈലി. ഇന്നലെ ഞാൻ കുറച്ച് ഭാഗം വായിച്ചു. ഇന്ന് നമ്മൾ വീണ്ടും അതിനെ വായിച്ച് വിവരിക്കുന്നു. ഇന്ന് നമുക്ക് കിട്ടിയ പ്രവചനമനുസരിച്ച് കർത്താവ് തന്നെ ഈ സുവിശേഷ രഹസ്യങ്ങൾ നമ്മൾ തുറക്കുന്നു. അതിനുള്ള ജ്ഞാനം കർത്താവ് തന്നെ നമുക്ക് തരുന്നു. അതുകൊണ്ട് ഈ പ്രവചനം നിങ്ങൾ വായിക്കുകയും അത് ക്ലെയിം ചെയ്യാമെന്ന് പറയാറില്ലേ, ക്ലെയിം ചെയ്യാമെന്ന്, ആ പ്രവചനം ഞങ്ങളിൽ നടപ്പാക്കണമെന്ന് പറഞ്ഞ് സ്വീകരിക്കുക. അല്ലാതെ ഇത് ആർക്കും പഠിക്കാൻ പറ്റില്ല. വരുവിൻ. നമ്മൾ ഇന്നലെ അഗസ്തീനോസ് പിതാവ് ഇന്ന് പഠിച്ച കാര്യം വീണ്ടും നമ്മൾ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ദൈവവചനം ഒരു രൂപമാണ്, രൂപപ്പെടുത്തലല്ല. Now the word of God is a form, not a formation, but the form of all forms, a form unchangeable, removed from the... Okay. പിന്നെയോ ഇപ്പോൾ ദൈവവചനം ഒരു രൂപമാണ്, രൂപപ്പെടുത്തലല്ല. പിന്നെയോ എല്ലാ രൂപങ്ങളുടെയും രൂപമാണ്. മാറ്റമില്ലാത്ത രൂപമാണ്. ആകസ്മികതയിൽ നിന്നും, പരാജയത്തിൽ നിന്നും, സമയത്തിൽ നിന്നും, സ്പേസിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ്. എല്ലാ വസ്തുക്കളെയും അതിശയിക്കുന്നതാണ്. എല്ലാ വസ്തുക്കളിലും അടിയിലുള്ള അടിസ്ഥാനം പോലെ സർവവസ്തുക്കളിലും നിലനിൽക്കുന്നതാണ്. അവയുടെ മുകളിലെ പരകോടിയുമായി നിലനിൽക്കുന്നു. ഇത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇതിനെക്കുറിച്ച് നമ്മൾ ഓടിച്ചൊന്ന് പഠിച്ചതായിരുന്നു. അതായത് കാറ്റക്കിസത്തിൽ ഒരു സ്ഥലത്ത് 359 തോന്നുന്നു, 357 മറ്റോ പറയുന്നുണ്ട്. അതായത് ദൈവം നമ്മുടെ ആത്മാവ് ഇല്ല 457 365 കാറ്റക്കിസം 365 പറയുന്നു. താങ്ക് യു പ്രിൻസി. ഇത് ആ പ്രവചനം എഴുതി വരുന്നു. നമ്മൾ ആ പ്രവചനം വായിച്ചിട്ട് നിർത്താൻ പോവുകയാണ്. പക്ഷെ അതിനു മുമ്പ് അല്പം നമുക്ക് പഠിക്കാം. The unity of soul and body is so profound that one has to consider the soul to be the form of the body. അതായത് നമ്മുടെ ആത്മാവാണ് ശരീരത്തിൻ്റെ ഫ്രെയിം. ആത്മാവ് നമ്മളെ വിട്ടാൽ ശരീരം കൊളാപ്സ് ആവും, ശരീരം മരിക്കും. എന്നപോലെ ഇവിടെ ആ ഫ്രെയിം മോൾഡ്. ഇപ്പം നമ്മളൊരു മൊന്ത ഉണ്ടാക്കണം. മൊന്ത നമ്മൾ കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് മൊന്ത ഉണ്ടാക്കണേന്ന്? അപ്പം അതിന് ആദ്യം ഒരു മോൾഡിലേക്ക് അത് ഒഴിക്കുകയാണ് ചെയ്യണത്. ഈ മോശ എന്താണ് ചെമ്പ് അല്ലെങ്കിൽ വാർക്കണ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അതായത് ഈ പാത്രങ്ങളെല്ലാം വാർത്തുണ്ടാക്കണവർ. അപ്പോൾ അവർ അതിന് ആദ്യം ഒരു മോൾഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ മോൾഡ് മൂശാരി. താങ്ക് യു ബെനി, താങ്ക് യു. ഹല്ലേലൂയ. ഓ എൻ്റെ കർത്താവേ, ആ വാക്ക് എനിക്കറിയില്ലല്ലോ.
ആ മോശാരി ഓരോ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ആദ്യം അതിനൊരു മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മോൾട്ടൺ മെറ്റൽ ഒഴിക്കുകയാണ് ചെയ്യണത്. അങ്ങനെയുള്ള ആ മോൾഡിന് എന്താ പറയുക മലയാളത്തിൽ? മോൾഡിന് മോശയിൽ ഓക്കെ, മോൾഡിന് എന്താ പറയുക? Can you get a cup of tea or coffee? Yeah. This is very cold. Okay, thank you. Which would you prefer? Eh? Which would you prefer? Maybe tea. Tea, cup of tea. അച്ച് വെരി ഗുഡ് താങ്ക് യു. ഒരച്ച്, യെസ്. ഇത് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് പറയണത്, എന്നാലത് വീണ്ടും പറയാൻ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ആ ദൈവവചനം ഒരച്ചാണ്, അച്ച്. അപ്പം അഗസ്തീനോസ് പിതാവ് പറയുന്നത് വളരെ വലിയ രഹസ്യമാണ്. ഇത് നമ്മൾക്ക് കർത്താവ് പ്രവചനം തന്നിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷ രഹസ്യം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഇത്രയെങ്കിലും നമ്മളിന്ന് പഠിച്ചാൽ മതി. ദൈവവചനം ഒരച്ചാണ്. ദൈവവചനം ഒരു രൂപമാണ്. ഒരു രൂപപ്പെടുത്തലല്ല, ഒരു രൂപമാണ്. പിന്നെയോ എല്ലാ രൂപങ്ങളുടെയും രൂപമാണ്. അതപ്പോൾ ഇംഗ്ലീഷിൽ കൂടി പറയുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. നൗ ദ വേർഡ് ഓഫ് ഗോഡ് ഇസ് എ ഫോം. ഒരച്ച്, ഫോം, നോട്ട് എ ഫോർമേഷൻ. ഒരു രൂപപ്പെടുത്തലല്ല, ഒരു ഫോമാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാ ഈ മോശാരി ബ്രാസിൻ്റെ നമ്മൾ ഈ മൊന്തൊക്കെ ഉണ്ടാക്കണതിന് മൊന്ത ഉണ്ടാക്കണത് എന്താണ്? ആ മൊന്ത നല്ല അതെന്താണ് ആ മൊന്ത ഉണ്ടാക്കണത്? ചെമ്പലല്ലോ, അതിനെന്താ പറയണത്? ചെമ്പലല്ലോ മൊന്ത ഉണ്ടാക്കണത്. മൊന്തയും ഉരുളിയൊക്കെ ഉണ്ടാക്കണത് അതിനെന്താണ്? ആ മെറ്റലിൻ്റെ പേര് മൊന്ത. അപ്പോൾ ആ മൊന്ത ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഒരു അച്ച്. താങ്ക് യു മോളി, താങ്ക് യു. ഓട് വെരി ഗുഡ്. ഓടിൻ്റെ മൊന്ത ഉണ്ടാക്കുകയാണ്. താങ്ക് യു ടോം സെബാസ്റ്റ്യൻ, താങ്ക് യു. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മോശാരി ഓടിൻ്റെ മൊന്ത ഉണ്ടാക്കാൻ ആദ്യം അതിൻ്റെ അച്ചുണ്ടാക്കിയിട്ട് ഈ മോൾട്ടൺ മെറ്റൽ, ഈ ഓട് അല്ലെങ്കിൽ ആ മെറ്റൽ ഉരുക്കിയിട്ട് അതിനകത്തേക്ക് അങ്ങ് ഒഴിക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അത് കുറച്ച് നേരം അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ അച്ച് പൊളിക്കുമ്പോൾ അത് ഒരു പ്രാവശ്യം ഒരച്ചിൽ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഈ വചനത്തെ സംബന്ധിച്ച് നമുക്ക് ശരിക്കും മനസ്സിലാവും. ബ്രാസ് വെരി ഗുഡ്, താങ്ക് യു. അപ്പോൾ ബ്രാസ് അല്ലെങ്കിൽ ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കുന്ന ആ കലം അല്ലെങ്കിൽ മൊന്ത അല്ലെങ്കിൽ ഉരുളി, ഇതൊക്കെ നമ്മൾ നാട്ടിൽ കണ്ടിട്ടാണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടു. ആദ്യം അവരൊരു അച്ചുണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഒഴിക്കുകയാണ് ചെയ്യണത്. ആ അച്ചിനാണ് ഇവിടെ ഫോം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്, ഫോം. അപ്പോൾ 365 CCC 365 പറയുകയാണ്, മനുഷ്യൻ്റെ ആത്മാവാണ് നമ്മുടെ ശരീരത്തിൻ്റെ അച്ച്. ഇതൊക്കെ നമ്മുടെ മാസ്റ്റർ പീസാണ്. കാറ്റക്കിസത്തിലെ വലിയ രഹസ്യമാണത്. അതായത് നമ്മുടെ ശരീരം ഇങ്ങനെ നിൽക്കണത്, ചലിക്കണതെല്ലാം നമ്മുടെ ആത്മാവാകുന്ന അച്ച്
നമുക്കൊരു ഫ്രെയിം തന്നേക്കൊണ്ടാണ്. ആ എന്ന പോലെ ദൈവവചനമാണ് സകലത്തിൻ്റെയും അച്ച്, സകലത്തിൻ്റെയും അച്ച്, ഫ്രെയിം. എന്തോ ഒരു വലിയ രഹസ്യമാണ് ഈ പിതാക്കന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ now the word of God is a form, not a formation, but the form of all forms. ഇപ്പോൾ ദൈവവചനം ഒരു രൂപമാണ്, രൂപപ്പെടുത്തലല്ല. പിന്നെയോ എല്ലാ രൂപങ്ങളുടെയും രൂപമാണ്, മാറ്റമില്ലാത്ത രൂപമാണ്. മാറ്റമില്ലാത്ത ആകസ്മികതയിൽ നിന്നും പരാജയത്തിൽ നിന്നും സമയത്തിൽ നിന്നും സ്പേസിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. ചൂടുള്ള ചായ. That is Tommy. ആകസ്മികതയിൽ നിന്നും പരാജയത്തിൽ നിന്നും ആണ്. നമ്മൾ ആകസ്മികമായിട്ടൊരു കാര്യം സംഭവിക്കുകയല്ല. ദൈവം ഒരു കാര്യം ചെയ്യുന്നത് ആകസ്മികമായിട്ടല്ല. ദൈവം അത് വളരെ കൃത്യമായിട്ട്, ഇപ്പം ഈ മൊന്ത ഉണ്ടാക്കുന്നത് ചുമ്മാ ഉണ്ടാക്കാൻ പറ്റും. അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ അച്ചുണ്ടാക്കിയാലേ പറ്റുള്ളൂ. ആ അച്ച് എങ്ങനെ ഇരിക്കണോ അതുപോലെ ഇരിക്കും അതുണ്ടായി കഴിയുമ്പോൾ. വളരെ വലിയ ഒരു എക്സ്പെർട്ട് ജോലിയാണ്. എന്ന പോലെ തന്നെ ദൈവവചനം ഒരു രൂപപ്പെടുത്തലല്ല, രൂപമാണ്. എല്ലാ രൂപങ്ങളുടെയും രൂപമാണ്. അതാണ് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ദൈവം ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം വചനമാകുന്ന അച്ചിലൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ മനുഷ്യനെയും ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന അച്ച് പിന്നെ ഉപയോഗിച്ചിട്ടില്ല. Thank you, Shirley. As the word of God is the mold for creation, the soul is the mold frame of the body. CCC 365. ആത്മാവിനെ ശരീരത്തിൻ്റെ അച്ച് രൂപം എന്ന് വിളിക്കത്തക്ക വിധം ആത്മശരീരങ്ങൾ തമ്മിലുള്ള ഐക്യം ഗാഢമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഇതൊന്നുകൂടി നമുക്ക് പ്രാർത്ഥനാപൂർവം നോക്കാം. ഈ രൂപം എല്ലാ രൂപങ്ങളുടെയും രൂപമാണ്. അപ്പോൾ ദൈവവചനം ഒരു രൂപമാണ്, രൂപപ്പെടുത്തലല്ല. പിന്നെയോ എല്ലാ രൂപങ്ങളുടെയും രൂപമാണ്, മാറ്റമില്ലാത്ത രൂപമാണ്. ആകസ്മികതയിൽ നിന്നും പരാജയത്തിൽ നിന്നും ടൈം ആൻഡ് സ്പേസ് ആണ്, സമയത്തിൽ നിന്നും സ്പേസിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ്. It is surpassing all things and existing in all things as a kind of foundation underneath and summit above them. അതെല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ്, എന്നാൽ എല്ലാ വസ്തുക്കളെയും അതിശയിക്കുന്നതാണ്. Surpassing all things.
എല്ലാ വസ്തുക്കളെയും അതിശയിക്കുന്നതാണ്. എന്നാൽ എല്ലാ വസ്തുക്കളിലും അടിയിലുള്ള അടിസ്ഥാനം പോലെയാണ്. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ അണ്ടർനെത്ത്. സർവ വസ്തുക്കളിലും നിലനിൽക്കുന്നതാണ്. ഹലബല 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 ഹലബല. അവയുടെ മുകളിലെ പരകോടിയുമായി നിലനിൽക്കുന്നു. ഞാനിത് ഒരിക്കൽ കൂടി വായിക്കാം, നിങ്ങളിത് എഴുതിയെടുത്തോളൂ, എഴുതിയെടുത്ത് പഠിക്കണം. അപ്പോൾ ദൈവവചനം ഒരു രൂപമാണ്, രൂപപ്പെടുത്തലല്ല. പിന്നെയോ എല്ലാ രൂപങ്ങളുടെയും രൂപമാണ്, മാറ്റമില്ലാത്ത രൂപമാണ്. എഴുതിക്കോളൂ. ആകസ്മികതയിൽ നിന്നും, പരാജയത്തിൽ നിന്നും, സമയത്തിൽ നിന്നും, സ്പേസിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ്. എല്ലാ വസ്തുക്കളെയും അതിശയിക്കുന്നതാണ്. എല്ലാ വസ്തുക്കളിലും അടിയിലുള്ള അടിസ്ഥാനം പോലെ, അടിയിലുള്ള അടിസ്ഥാനം പോലെ സർവ വസ്തുക്കളിലും നിലനിൽക്കുന്നതാണ്. അവയുടെ മുകളിലെ പരകോടിയായി നിലനിൽക്കുന്നു. ഇത്രയും വെച്ചുകൊണ്ട് നമ്മളിവിടെ നിർത്തുകയാണ്. നമ്മൾ ഈ പ്രവചനം ഒന്നുകൂടി കേൾക്കുകയാണ്. വളരെ ശക്തമായ പ്രവചനമായിരുന്നു. ദൈവത്തിന് നന്ദി. താങ്ക് യു പ്രിൻസി. പ്രവചനം നമുക്ക് കേൾക്കാം. ഈ പ്രവചനം കേൾക്കുമ്പോൾ സാഷ്ടാംഗം വീണ് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഇത് സ്വീകരിക്കുക. എൻ്റെ ജനമേ, എൻ്റെ വാത്സല്യഭാചനങ്ങളെ, എൻ്റെ വചനത്തിൽ അഭിലാഷമർപ്പിക്കുവിൻ, എൻ്റെ വചനത്തെ ആരാധിക്കുവിൻ. ഞാൻ തന്നെയാണ് എൻ്റെ വചനം, എൻ്റെ വചനം ഞാൻ തന്നെയാണ്. എൻ്റെ വചനത്തെ ആരാധിക്കുവിൻ. ഞാൻ തന്നെയാണ്, ഞാനും പിതാവും ഒന്നാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എൻ്റെ വചനം കേൾക്കുന്നവൻ പിതാവിനെ കേൾക്കുന്നു. പിതാവ് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു, പിതാവ് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. എൻ്റെ ജനമേ, ദൈവിക രഹസ്യങ്ങൾ എൻ്റെ വചനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എൻ്റെ വചനവും എൻ്റെ ആത്മാവും ദൈവിക രഹസ്യങ്ങളെ നിങ്ങളുടെ ആത്മാവിലേക്ക് പകരുന്നു. എൻ്റെ വചനവും എൻ്റെ ആത്മാവും ദൈവിക രഹസ്യങ്ങളിലൂടെ ദൈവിക പദ്ധതികളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എൻ്റെ പദ്ധതികൾ നിങ്ങൾക്കായിട്ടുള്ളതാണ്. എന്നാൽ അത് നിങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എൻ്റെ അഭിഷേകം, എൻ്റെ ജ്ഞാനം വേണം. എൻ്റെ അഭിഷേകം, എൻ്റെ ജ്ഞാനവും നിങ്ങൾക്കിതാ പുതിയതായി തുറക്കുന്നു. എൻ്റെ അഭിഷേകവും ജ്ഞാനവും പുതിയതായി നിങ്ങളിൽ ഞാനിതാ നിവേശിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വീകരിക്കുക. ആമേൻ. ഒരു പുത്തൻ അഭിഷേകം ഞാനിതാ നിങ്ങളിലേക്ക് ഇന്ന് തുറക്കുന്നു. ഞാൻ തന്നെ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. ഞാൻ തന്നെ നിങ്ങളിലേക്ക് ജ്വലിച്ചു വരുന്നു. ഞാൻ തന്നെ നിങ്ങളിലേക്ക് പറന്നിറങ്ങുന്നു. എൻ്റെ അത്യഗ്രാഹ്യമായ ജ്ഞാനം നിങ്ങളിലേക്ക് ഒരു ഇൻഫ്യൂസ്ഡ് വിസ്ഡമായിട്ട് ഞാൻ പകരുന്നു. ദൈവിക രഹസ്യങ്ങൾ നിങ്ങൾക്ക് ഞാനിതാ തുറക്കുന്നു. വചനത്തിൻ്റെ കാതൽ, വചനത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങളിൽ ഞാൻ തുറക്കുന്നു. ഇരുളിൽ പ്രകാശിക്കുന്ന ആ വെളിച്ചത്തെ സ്വീകരിക്കുന്നു. കർത്താവേ, യോഹന്നാന്റെ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന വലിയ രഹസ്യങ്ങളെ നിങ്ങൾ പഠിക്കുവിൻ. വലിയ രഹസ്യങ്ങളെ പഠിക്കുവിൻ.
യോഹന്നാന്റെ സുവിശേഷം പഠിക്കാൻ നിങ്ങൾക്ക് ഞാൻ പ്രത്യേക അഭിഷേകം തരുന്നു. നിങ്ങൾക്ക് ഞാനിതാ വചനത്തിൻ്റെ ചുരുളഴിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ചുരുൾ ഞാൻ അഴിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പിന്നെ രോഗസൗഖ്യങ്ങളാണ്. നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും നന്ദി. നമുക്കൊരു നിമിഷം ഒന്ന് എല്ലാവരും പ്രാർത്ഥിക്കാം. ഇന്ന് മുതൽ ഇന്നും നാളെയും മറ്റന്നാൾ 3 ദിവസം ഇവിടുത്തെ ആവില റിന്യൂവൽ സെൻറ്ററിൽ വെച്ച് വലിയ ധ്യാനമാണ്. ഇവിടുത്തുകാർക്ക് വേണ്ടിയിട്ട് മലയാളികളും ഉണ്ടാവും. നമുക്കൊന്ന് സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. I'm just in the chapel when you want to. The chapel. What time is the Holy Mass, do you know? He said it's more than likely 6 in the evening. All right, thank you. Thank you, Lord. Praise you, Jesus. Thank you, Lord. Hallelujah. നമുക്ക് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി. കർത്താവേ, മാത്രമല്ല ഇവിടെ ഇതിൻ്റെ ടെക്നിക്കുകളൊന്നും ശരിയാവണം കുറച്ചുകൂടി. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. ഇവിടുത്തെ നെറ്റ് ഉണ്ടെങ്കിലും അത് സ്ട്രീമിങ്ങിന് ഉള്ള സ്പീഡില്ല. ഹലബല 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 ഹലബല. അതുകൊണ്ട് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ റെക്കോർഡഡ് വേർഷൻ അപ്ലോഡ് ചെയ്യും. നമുക്കൊന്നുകൂടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ടെക്നോളജി എല്ലാം മനസ്സിലാക്കി തരണമേ. ഇതുപയോഗിക്കാനുള്ള കഴിവ് തരണമേ. ഇന്നത്തെ ധ്യാനത്തിൽ വരുന്നവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇത് ഓൺലൈൻ കേൾക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ശല ഹലബല 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 ഹലബല. പ്രൈസ് ദ ലോർഡ് കണ്ണൻ. പ്രൈസ് ദ ലോർഡ്. ഓക്കെ, എന്നാൽ ഞാൻ നിർത്തട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. ഇപ്പം ഞാൻ നിർത്തുകയാണ്. Awesome Live Studio app on iPhone. Virtual background by selecting the camera mode, tapping the effects icon wand,
it's really not that big a deal, because what you can do is go down here and add backgrounds. Any background you want. Pretty awesome. Prism has all these video backgrounds that are totally free, but you can go over here to the free backgrounds, just add a simple background like this, or like this, or like this. But here's the best part. A lot of people want that DSLR look in their webcams. Well, you can blur up your background just by adjusting this. So you can select any of these free backgrounds that they have right here. You can blur them up to make it look like you're using a really fancy camera, even when you're not. It's absolutely awesome. I even have my own background here that I could select and add in, and then I can blur it even more to give it more of that bokeh effect. This is such an awesome feature, and it's so ridiculously easy to use, and then you can just click original, go back to your original background. It's really awesome stuff. I really do think that this is the answer for those who are out there using a webcam that they really want to blur out the background, make it look special. Well, you can easily do that with this. And of course, if you're wearing clothes that aren't like what I'm wearing right now, or you have some better lighting, this can work pretty fantastic. And you can see I don't have any problems where I'm really well lit. It's mostly in my shoulders and stuff where it has issues. So if you set this up right, you can remove the background really easily and set it up with some epic other backgrounds and get a lot out of this, and it's so simple to use, and a lot of people don't